വർക്കില് ക്ലാസ് പോർഷന്റെ കേസിലൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കാനുണ്ട്. പേപ്പറിന്റെ ആൻസർ എഴുതുന്ന കേസിൽ ഒരുപാട് പേരും ഏതോ ഒന്നോ രണ്ടോ പേരുടെ നിന്ന് നോക്കി എഴുതിയതായിരുന്നു കൂടുതലും അല്ലെ. അത് വളരെ ക്ലിയർ ആയിരുന്നു. നമ്മളെ എന്താണ് ഐസോട്രോപിക്കും അതുപോലെ ഹോമോജീനിയസിന്റെ ആൻസറിൽ ഒരുവിധം എല്ലാവരും എന്തോ ഹൈഡ്രജനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ഹൈഡ്രജനെ കുറിച്ച് പറഞ്ഞിട്ടുമില്ല. ഞാൻ തന്ന നോട്ടിൽ അങ്ങനെ ഒരു ഹൈഡ്രജനെ കുറിച്ച് ഒന്നും ഇല്ല എന്നാലും വളരെ ഒരു ഏറ്റവും ബ്ലണ്ടർ ആൻസർ ആണ് അത് എഴുതിയിട്ടുണ്ടായത്. അപ്പോ അങ്ങനെ കുറെ കാര്യങ്ങൾ ഈവൻ മോർ സർക്കിളിന്റെ ഒക്കെ കേസിൽ മോർ സർക്കിൾ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യുന്ന കേസിൽ ആരുടെയും നോക്കി എഴുതുന്ന സമയത്ത് വളരെ സുന്ദരമായിട്ട് അത് കൈ കൊണ്ട് റഫായിട്ട് അങ്ങ് വരച്ചിട്ട് വെച്ചിട്ട് കറക്റ്റ് ആൻസർ എഴുതി വെച്ചു അല്ലെ. അങ്ങനെയാണോ മോർ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്താലേ അത് കിട്ടുള്ളൂ. അത് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ യൂസിങ് കോമ്പസ് ആൻഡ് പെൻ തന്നെ ചെയ്യണം. അപ്പോൾ അതിന് മോർ സർക്കിളിലെ നിങ്ങൾ എഴുതിയ ഉത്തരം കറക്റ്റ് ആണെങ്കിലും നിങ്ങൾ വരച്ചത് വെറും ഫ്രീ ഹാൻഡ് സ്കെച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാർക്ക് കിട്ടൂല. അപ്പൊ അത് ആ കേസ് അങ്ങനെ ചെയ്തവർക്ക് മോർ സർക്കിളിന്റെ ആൻസർ 0 ആണ്. അങ്ങനെ തന്നെ കിട്ടെ. ഒന്നാമത് നിങ്ങൾ വീട്ടിൽ നിന്ന് എഴുതുന്നത് നമ്മൾ ഒരു കുറച്ചും ഒരു നീതി പുലർത്തണം നമ്മൾ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളോട്. കാരണം ഒന്നാമത് കാര്യങ്ങളെല്ലാം ഞാൻ ആദ്യമേ വ്യക്തമാക്കിയതാണ്. കാരണം എക്സാം ഉണ്ടാവും, യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടാവും. അപ്പൊ ആ സമയത്തായിരിക്കും ഇതെല്ലാം കൊണ്ട് ആകെ ഒരുമാതിരി അവസ്ഥയിലേക്ക് പോവാ. 5 മൊഡ്യൂൾ ഉണ്ട്, അത്രയും സബ്ജക്റ്റും ഉണ്ട്. ഓക്കെ, അപ്പൊ അത് അതിന്റെ ഒരു സ്പിരിറ്റിൽ എടുത്താലേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ മാർക്കിന്റെ വേരിയേഷൻ മോർ സർക്കിള് കോപ്പി അടിച്ച് എഴുതിയത് കോപ്പി അടിച്ചിട്ട് തന്നെ പിന്നെ എന്താ പറയാ കോമ്പസ് കൊണ്ടാണ് ചെയ്തതെങ്കിൽ അവർക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. കാരണം അത് ജസ്റ്റ് എനിക്കത് അല്ല എന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ഫ്രീ ഹാൻഡ് വെച്ച് വരച്ചവർക്കെല്ലാം അത് 0 തന്നെയാണ്. കാരണം അത് നിങ്ങൾക്ക് അത് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയില്ല നിങ്ങൾ അത് എങ്ങനെ വരച്ചത്. മനസ്സിലായില്ലേ? അപ്പൊ അത് ബേസ് ചെയ്തിട്ടാണ് എന്റെ മാർക്ക് വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ ചില ആൻസറുകൾ നമ്മള് എന്തായാലും വീട്ടിൽ നിന്ന് എഴുതുന്നു, നിങ്ങൾ എന്തായാലും ഡിസ്കസ് ചെയ്യുന്നു എനിക്ക് വളരെ കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ നിങ്ങൾ അതിൽ എടുക്കുമ്പോൾ ഒരു മിനിമം എഫേർട്ട് എടുക്കണ്ടേ. ഐസോട്രോപിക്കും ഹോമോജീനിയസ് എല്ലാം പറയുമ്പോൾ അതിന്റെ ആൻസർ ഒന്ന് വൃത്തിയായിട്ടൊന്ന് റെഫർ ചെയ്യണ്ടേ. അപ്പൊ അതുപോലും ചെയ്യുന്നില്ലെങ്കിൽ അത് നമ്മൾ കാണിക്കുന്ന ഒരു മടിയാണ്. അത് അത്ര സുഖമില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അതില്. ഓക്കെ, അപ്പൊ എന്തായാലും ക്ലാസ്സിലേക്ക് വരാം. ക്ലാസ് കഴിയുമ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് നിങ്ങളോട്. ഓക്കെ, എന്താ ക്ലാസ് എന്താ പറയണ്ടോ? ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടില്ലേ? മാർക്കിന്റെ കേസിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? മാർക്കിന്റെ കേസിൽ ഭയങ്കര വേരിയേഷനോ അങ്ങനെ വന്ന പോലെ ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്തായിരുന്നു സാർ പറഞ്ഞു? പറഞ്ഞു നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? വേറെ എന്തെങ്കിലും ജെന്യൂൻ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അഡ്രസ് ചെയ്യാം. ഇല്ല, പ്ലീസ് റിപ്ലൈ. ഹലോ, ഞാൻ കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ലേ? ഹസ്ബൻഡ് എന്താ പറയാൻ പോയത്? ഓക്കെ, ഫൈൻ. നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. നമ്മൾ ഒന്നാമത് കുറച്ചൊരു ലാഗിങ് ആണുള്ളത്. അപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോവാം. ഇനി ഉദ്ദേശിക്കുന്ന കാര്യം വെച്ചാൽ ഓൾറെഡി കുറച്ചൊരു ലാഗിങ്ങിന്റെ അവസ്ഥ നമുക്കുണ്ട്. ഒന്നാമത് സിലബസും കുറച്ചുകൂടെ വാസ്റ്റ് ആണ്. എനിക്ക് കുറച്ച് അവർ കിട്ടാണ്ട് ഞാൻ തിരിച്ചെടുക്കും. എന്നാലും നമുക്ക് അഡീഷണൽ പ്രോബ്ലംസ് തരണമെങ്കിൽ കുറച്ചുകൂടെ ടൈം വേണ്ടി വരും. അപ്പൊ ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഒരുപാട് അഡീഷണൽ അവേഴ്സ് ഇങ്ങനെ എൻഗേജ് ചെയ്യാതെ ഞാൻ കുറച്ചുകൂടെ കണ്ടന്റ് ആക്കിയിട്ട് യൂട്യൂബിൽ ഇടാം. അതായത് നിങ്ങൾ കണ്ടിട്ട് അത് ബേസ് ചെയ്തിട്ട് ഞാനൊരു പ്രോബ്ലം തരാം. അപ്പൊ അത് നിങ്ങൾ സോൾവ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ മതിയോ? ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിലായിട്ട് ചെയ്യാം. അപ്പൊ ആ രീതിയിലാണ് ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഈ ഒരു ഏരിയയിലും കുറച്ചുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൂവ്മെന്റ് ഡയഗ്രത്തിലായിരുന്നു. അതിൽ കാൻഡിലിവർ ബീം വിത്ത് എ പോയിന്റ് ലോഡ് അറ്റ് ദ എൻഡിന്റെ കേസ് നോക്കി. റൈറ്റ്, നമുക്ക് അതിന്റെ ഒരു പ്രോബ്ലം കൂടെ നോക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ഓക്കെ,
Okay. So we were with the topic cantilever beam with a cantilever beam with a point load. Right. ഓക്കെ, ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് ഒക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്യണം ഇനി പ്രോബ്ലംസ് ചെയ്തു വരുമ്പോൾ. നമുക്കൊരു പ്രോബ്ലം എടുക്കാം. ഫൈൻഡ് ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ഡ്രോ ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഫോർ ദ ഫോളോയിങ് ഫിഗർ. ഓക്കെ, കാൻഡിലീവർ ബീം സബ്ജക്റ്റഡ് ടു മൾട്ടിപ്പിൾ പോയിന്റ് ലോഡ്സ് നമുക്ക് എടുക്കാം. ഇതിന്റെ എല്ലാ കൺസെപ്റ്റും വരുന്ന ഒരു പ്രോബ്ലം. ഓക്കെ, സോ സ്റ്റാർട്ടിങ് വിത്ത് ഓക്കെ 10 കിലോ ന്യൂട്ടൺ, 5 കിലോ ന്യൂട്ടൺ, 3 kilonewton at distance 2 meter, 2 meter, 2 meter and 2 meter. Okay, let's solve it. Okay, draw the shear force diagram and bending moment diagram for the cantilever beam with point loads as shown in the figure. Start with shear force diagram followed by bending moment diagram. രണ്ട് മിനിറ്റ് എടുത്തോ, ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ വാല്യൂസ് എല്ലാം കണ്ടെത്തുക, അതിനുശേഷം അത് ചെയ്യാം. അതിനുശേഷം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് വാല്യൂസ് കണ്ടെത്തുക, ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം, എന്നിട്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരക്കാം, അത് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ പറയണേ. കഴിഞ്ഞോ? ഷിയർ ഫോഴ്സസ് എല്ലാ പോയിന്റിലും കിട്ടിയോ? കിട്ടിയോ? നമ്മള് ചെയ്ത് കഴിഞ്ഞെങ്കിൽ പറയണേ.
റൈറ്റ്. കിട്ടിയോ ധർമ്മേഷ്? ഇല്ല. അസഫെ കിട്ടിയോ? അസഫ് കിട്ടിയോ? ഷേഫോസ് കിട്ടിയോ? ഫർദീൻ, ഫത്തേ, ഓക്കെ മതി, നമുക്ക് ഞാൻ ചെയ്യാം, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. റൈറ്റ്. ഓക്കെ, ഇങ്ങനെ നിന്നാലും തീരില്ല. റൈറ്റ്. ഓക്കെ ഫൈൻ. ഇവിടെ ശ്രദ്ധിക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ നിർത്തിക്കോ. ശരി, നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം യു ഹാവ് ടു നെയിം ഓൾ ദ പോയിന്റ്സ്, റൈറ്റ്? സോ സ്റ്റാർട്ടിംഗ് വിത്ത് ഓൾ ദീസ് പോയിന്റ്സ്, ലെറ്റ് ദിസ് ബി മൈ ഫസ്റ്റ് പോയിന്റ് എ, ലെറ്റ് ദ എൻഡ് പോയിന്റ് ബി ബി. ഈ പോയിന്റ് നമുക്ക് സി, ഡി ആൻഡ് ഇ എന്ന് പറഞ്ഞ് നെയിം ചെയ്യാം. സി wherever the load is acting, you are naming it, giving it a name. Okay. Now, to start drawing your shear force diagram, ഞാൻ പറഞ്ഞിട്ടുണ്ട് shear force diagram എടുക്കുന്ന സമയത്ത് you have to select section by section. Okay. So starting with your first section. Okay, shear force diagram starting with your first section. Consider section EB. Okay, the last section നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഫോർ ദിസ് സെക്ഷൻ EB നമുക്ക് ഓരോ എൻഡിൽ നിന്ന് തുടങ്ങാം അല്ലെ. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു സൈഡിൽ നിന്ന് നടന്നു വരുന്ന രീതിയിൽ നിന്ന് കൺസെപ്റ്റ്, നമ്മൾ ഈ ഒരു എൻഡിൽ നിന്ന് ഇങ്ങനെ നടന്നു വരികയാണ്. ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ ഒരു ഡയറക്ഷൻ ഞാൻ ഇങ്ങനെ നടന്നു വരുന്ന രീതിയിൽ ഈ ഒരു കൺസെപ്റ്റോടെ നമുക്ക് ആലോചിക്കാം. ഇങ്ങനെ വരികയാണ്, ബിയിലെത്തിയപ്പം അവിടെ ലോഡൊന്നും ഇല്ല അല്ലെ. അങ്ങനെ ഞാൻ ആദ്യം നടന്ന് ഇ വരെ എത്തി. ഈ എത്തുന്ന പോയിന്റ് വരെ ഇതിൽ വേറെ ലോഡൊന്നും ഇല്ല, നമുക്ക് നോക്കാം അങ്ങനെ തന്നെ. ഓക്കെ, ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് ബി, ഓക്കെ, ആ സെക്ഷനിലെ ഷിയർ ഫോഴ്സ് അറ്റ് ബി ഇസ് ഈക്വൽ ടു എന്താ, അവിടെ എന്തെങ്കിലും ലോഡ് ഉണ്ടോ? എത്രയാ വരാ? ഷിയർ ഫോഴ്സ് അറ്റ് ബി 0 ആണ്, കാരണം അവിടെ ലോഡൊന്നും ഇല്ല. മൂപ്പരാടെ എത്തി നോക്കുമ്പോഴേക്കും അവിടെ ലോഡൊന്നും ഇല്ല. ഓക്കെ, നേരെ മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഓക്കെ, സോ ഷിയർ ഫോഴ്സ് അറ്റ് ബി ഇസ് ഈക്വൽ ടു 0. നൗ ഷിയർ ഫോഴ്സ് അറ്റ് ഇ, ഇവിടെയാണ് കൺഫ്യൂഷൻ വരുന്ന ഒരു പോയിന്റ്. ഷിയർ ഫോഴ്സ് അറ്റ് ഇ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഷിയർ ഫോഴ്സ് അറ്റ് ഇ എന്ന് പറയുമ്പോൾ അപ് ടു ഇ ആണ് അല്ലെ. ഇവിടെ ആക്ട് ചെയ്യുന്ന 10 കിലോ ന്യൂട്ടന്റെ എഫക്ട് വരുന്ന എവിടെ നിന്നോട്ടാ? ഈ പോയിന്റ് നിന്ന് ഇങ്ങോട്ടേക്കാണ് അതിന്റെ എഫക്ട് വരിക. ഈ റൈറ്റ് സൈഡിലേക്ക് അതിന്റെ ഒരു എഫക്ട് ഉണ്ടാവില്ല. റൈറ്റ്. അപ്പൊ മൂപ്പർ ഇങ്ങനെ നടന്ന് ഈ എന്നുള്ള പോയിന്റിൽ എത്തി, എടുത്തില്ല. ഓക്കെ, ഈ വെയിറ്റ് എടുത്തിട്ടില്ല. മൂപ്പർ നടന്നിട്ട് ഇവിടെ എത്തി, അവിടെ എത്തിയിട്ട് അവിടെ നിൽക്കുകയാണ്. ഓക്കെ, അതാണ് ഈ അവസ്ഥ. ഓക്കെ, ദാറ്റ് മീൻസ് യുവർ ഷിയർ ഫോഴ്സ് അറ്റ് ഇ വിൽ ഓൾസോ ബി ഈക്വൽ ടു എന്തായിരിക്കും? ഷിയർ ഫോഴ്സ് അറ്റ് ഇ 0 തന്നെയായിരിക്കും. റൈറ്റ്. നൗ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകും. സോ കൺസിഡർ ദ സെക്ഷൻ DE. ഓക്കെ, അടുത്ത സെക്ഷൻ എടുക്കാം, DE. നൗ ദ ഷിയർ ഫോഴ്സ് അറ്റ് ഇ, അഗൈൻ ഷിയർ ഫോഴ്സ് അറ്റ് ഇ എടുക്കണം. പക്ഷെ എന്തായി, ഇനി DE എടുക്കുമ്പോൾ ഇനി ഡിയിൽ ആക്ട് ചെയ്യുന്ന ലോഡും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. മൂപ്പരുടെ എത്തി അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ എന്തായി, ഇതിനെ എടുത്തങ്ങ് പൊക്കി അല്ലെ, ഈ വെയിറ്റിംഗ് കൂടെ മൂപ്പരങ്ങ് എടുത്തു. ഓക്കെ, ദാറ്റ് മീൻസ് എത്രയാ? ഇറ്റ് ഈസ് 10 കിലോ ന്യൂട്ടൺ ലോഡ് വരും. ഇനി ശ്രദ്ധിക്കേണ്ടത് വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്നാണ് അല്ലെ. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എന്തായിരിക്കും? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? വാല്യൂ ഷിയർ ഫോഴ്സ് അറ്റ് ഇ, വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്? എന്തായിരുന്നു അതിന്റെ കോഡ്? എന്തായിരുന്നു നമ്മുടെ? ആ, നമ്മളെ കോഡ് റൺ ആയിരുന്നു. റൈറ്റ് അപ്വേർഡ് ആയിരുന്നു നെഗറ്റീവ് അല്ലെ, ഇത് റൈറ്റ് ഡൗൺവേർഡ്സ് ആണ്. സോ ഇറ്റ് ഈസ് പോസിറ്റീവ്. ഓക്കെ, പോസിറ്റീവ് 10 കിലോ ന്യൂട്ടൺ. നോ അഗൈൻ ആള് നടക്കുകയാണ്, ഈ 10 കിലോ ന്യൂട്ടൺ കയ്യിൽ പിടിച്ചിട്ടാണ് ആളിങ്ങനെ നടന്നു വരുന്നത്. നോ ഷിയർ ഫോഴ്സ് അറ്റ് ഡി അല്ലെ. ഡി എന്ന് പറയുമ്പോൾ അപ് ടു ഡി ആണ്. ഡിയിൽ ആക്ട് ചെയ്യുന്ന ലോഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ഡി ഇസ് ഈക്വൽ ടു എന്താണ്? സെയിം 10 കിലോ ന്യൂട്ടൺ തന്നെയാണ് പുള്ളിയുടെ കയ്യിലുള്ളത്. പുള്ളി 5 കിലോ ന്യൂട്ടൺ എടുത്തില്ല അല്ലെ. നൗ ഫോർ ദ സെക്ഷൻ CD, for the next section, okay, CD എടുക്കുന്ന സമയത്ത് again എന്ത് വേണം? You have to consider the shear force at D. Okay, then shear force at D is equal to എന്തായി എന്ത് ചെയ്യും? ആ പോയിന്റ് എത്തുമ്പോൾ 10 ഉണ്ട് കയ്യില്, 5 കൂടെ എടുക്കും അല്ലെ, ശരിയല്ലേ? അപ്പൊ എത്ര വരും? ഷിയർ ഫോഴ്സ് അറ്റ് D is equal to
15 kilonewton അല്ലെ എന്താ 10 kilonewton plus 5 kilonewton which will give you 15 kilonewton. Right. Now again shear force at C. Okay, up to C. 15 kilonewton കൊണ്ട് മൂപ്പര് നടക്കുകയാണ്, up to C വരെ എത്തി, C എന്നുള്ള പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. again ആ പോയിന്റിലും 15 kilonewton തന്നെയായിരിക്കും ലോഡ്. റൈറ്റ് അല്ലെ? Now in the last section, for the section AC എടുക്കാം, for the section AC last section, your shear force at C എന്തായിരിക്കും? ലാസ്റ്റ് സെക്ഷനിലെ ഷിയർ ഫോഴ്സ് at C 18 kilonewton. ഓക്കെ, ആ ലോജിക്ക് ക്ലിയർ ആയില്ലേ? ആഡ് ചെയ്ത് പോവാ. ഓക്കെ, ഷിയർ ഫോഴ്സ് at C. Now again ഷിയർ ഫോഴ്സ് at A, up to A വേറെ ലോഡ് ഒന്നുമില്ല, so that is nothing but 18 kilonewton. Okay, so this is the shear forceന്റെ values for different points. Okay, നമുക്ക് ഇത് ബേസ് ചെയ്തിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരക്കാം, അതിനുശേഷം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് പോകാം. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പ്രോബ്ലം. 10 kilonewton ഫസ്റ്റ് പോയിന്റ് വന്നു. സോറി, സെക്കൻഡ്. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റില് 10 kilonewton, second point was 5 kilonewton, and third point that you can see 3 kilonewton. Right. Now ഇതാണ് ഡിഫറെന്റ് പോയിന്റ്സ്, നെയിമിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇനി നമുക്ക് ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് വരാം. Okay, now this is your shear force diagram. നമുക്ക് ഇനി ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചാൽ you have to mark all the values, right? Now here your shear force at last end point അല്ലെ? Shear force at B, നമുക്ക് ഓരോ പോയിന്റ് മാർക്ക് ചെയ്യാം. This is A, B, C, D and E അല്ലെ? C, D and E. Now shear force at B നമുക്കറിയാം, shear force at B is 0, shear force at E is 0 ഫസ്റ്റ് കേസിൽ. B 0 ആണ്, E 0 ആണ്. ഓക്കെ, ഇനി DE എന്നുള്ള സെക്ഷൻ എടുത്ത സമയത്ത് ഷിയർ ഫോഴ്സ് at E എന്തായി? 10 kilonewtonലേക്ക് കൂടി അല്ലെ? 10 kilonewton വന്നു. അത് അപ് ടു D അത് കോൺസ്റ്റന്റ് ആണ്, അപ് ടു D കോൺസ്റ്റന്റ് ആണ്, അപ് ടു D it is 10 kilonewton അല്ലെ? 10 kilonewton തന്നെയാണ്. Now ഷിയർ ഫോഴ്സ് at D അടുത്ത സെക്ഷൻ CD എന്നുള്ള സെക്ഷൻ എടുത്ത സമയത്ത് എന്തായി? D യിലേത് 15 ആയി അല്ലെ? D എന്നുള്ള പോയിന്റിൽ 15 ആയി. Now that is constant up to C and at C എന്തായി? വീണ്ടും ഒരു 3 kilonewton additional വന്നു, and that is constant up to A, and this is your shear force diagram. See, ഇത് വരക്കുമ്പോൾ ഇപ്പൊ ഇതുപോലത്തെ ഒരു കാന്റിലിവറിന്റെ കേസ് വരുമ്പോൾ നമുക്ക് ഇത് വെറുതെ ഒന്ന് ആലോചിച്ചാൽ തന്നെ മതി, ഒരു ലോജിക്കലി ആലോചിച്ചാൽ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു എൻഡിൽ നിന്ന് ഈ വെയിറ്റിനെ ആഡ് ചെയ്ത് കൂട്ടി പോവാണ്. ഇവിടുന്ന് ആൾ നടന്നു വരുന്ന ഒരു കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ ബിയിലെത്തി ലോഡൊന്നുമില്ല, ഈ വരെ പോയി ലോഡൊന്നുമില്ല അല്ലെ? ഈ വരെ വന്നു ലോഡൊന്നുമില്ല, ഈ എന്നുള്ള പോയിന്റ് എന്തായി? 10 kilonewton എടുത്തു. ഓക്കെ, 10 kilonewton എടുത്തു. റൈറ്റ്, ഇത് 10 kilonewton ആണ്. റൈറ്റ്, ഇനി ഈ 10 kilonewton കൊണ്ട് ആളങ്ങനെ പോവാണ്, നമ്മൾ ഒരു അടുത്ത എൻഡിലേക്ക് പോവാണ്. അങ്ങനെ പോയി ഡിയിൽ എത്തുന്നത് വരെ 10 kilonewton ഉള്ളൂ. പക്ഷെ ഡിയിൽ എത്തിയപ്പോ എന്തായി? അവിടുന്ന് ഒരു 5 kilonewton അഡീഷണൽ വന്നു. ഇപ്പൊ എത്രയായി? 15 kilonewton ആയി. റൈറ്റ്, സോ ഈ ഒരു പോയിന്റിലേക്ക് 15 kilonewtonലേക്ക് ആളുടെ കയ്യിലുള്ള വെയിറ്റ് കൂടി. റൈറ്റ്, എഗെയിൻ ആ സെയിം കോൺസ്റ്റന്റ് ലോഡും വെച്ചിട്ടാണ് പുള്ളി നടക്കുന്നത്. ഇവിടെ വരെ C എന്നുള്ള പോയിന്റ് വരെ നടക്കുന്നത്. എഗെയിൻ അപ് ടു C ദ ലോഡ് ഈസ് 15 kilonewton. റൈറ്റ്, ഇനി സിയിലെത്തുമ്പോൾ എന്തായി? വീണ്ടും ഒരു 3 kilonewton ലോഡ് ഉണ്ട്, അത് വീണ്ടും എടുത്തു അല്ലെ? വീണ്ടും കൂടി. Now that becomes 18 kilonewton. Okay, now that is constant up to A. Okay, so this is the variation. ഇത് നമ്മൾ സിമ്പിൾ ലോജിക്കൽ ആലോചിച്ചാൽ തന്നെ ഈ ഒരു കേസിലൊക്കെ നമുക്ക് കിട്ടും. അതാ ഞാൻ പറഞ്ഞു, നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്ക് ഇതിന്റെ വേരിയേഷൻ നമുക്ക് വരച്ചു വെക്കാനാവുന്നേ ഉള്ളൂ അല്ലെ? ഈ 10 വന്നു, ഇവിടെ എത്തുമ്പോൾ 15 ആവും. ഇവിടുന്ന് വന്നു, ഇവിടം വരെ 0 ആയിരുന്നു, 10 വന്നു, ഇവിടെ എത്തുമ്പോൾ 15 ആവും, ഇവിടെ എത്തുമ്പോൾ 18 ആവും, ആ എൻഡ് വരെ 18 ആയിരിക്കും. അതാണ് ഈ അവസ്ഥ അല്ലെ? ഇതിന്റെ നേച്ചർ വരക്കട്ടെങ്കിൽ ഞാൻ പറഞ്ഞു, പോയിന്റ് ലോഡ് ആകുമ്പോൾ യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വിൽ ബി എ കോൺസ്റ്റന്റ്, ഒരു ബോക്സ് ഷേപ്പ് ആയിരിക്കും. അതാണ് ഇവിടെ കാണുന്നത്, ഓരോ ബോക്സസ് ആണ്. റൈറ്റ്, സോ ദിസ് ഈസ് യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. റൈറ്റ്, ക്ലിയർ ആണോ? നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെ വരും നോക്കാം. ഓക്കെ, സോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. നൗ ബെൻഡിങ് മൊമെന്റ് കേസിൽ ഇതേപോലെ സെക്ഷൻ ബൈ സെക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് തന്നെ എടുത്തിട്ട് പോവാം. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് എൻ പോയിന്റ് ബി, നമുക്ക് ഒരു കാര്യം ഓർക്കേണ്ടത്, ഓൾവേസ് യുവർ ബെൻഡിങ് മൊമെന്റ് വിൽ ബി 0 അറ്റ് ദ ഫ്രീ എൻഡ്. ഫ്രീ എൻഡിൽ എപ്പോഴും 0 ആയിരിക്കും. അപ്പൊ കണ്ണും പൂട്ടി പറയാം, ഈ എൻ പോയിന്റിൽ 0 തന്നെ ആയിരിക്കും അല്ലെ? സോ ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു 0. നമുക്ക് ലോജിക്കൽ അല്ലാതെ നോക്കാം. ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലെ? ഇതാണ് നമ്മുടെ ആക്സിസ്, ഇവിടെ ഒരു ഫോഴ്സേ ഇല്ല, അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ഇല്ല. That means your bending moment is equal to 0. Now your bending moment at E നോക്കാം. bending moment at E എത്ര വരാ? bending moment at E
Force into perpendicular distance. Basic, simple logic, right? Force into perpendicular distance. Bending moment at E. 60. എത്രയായിരുന്നു? 60. 60 എന്നാ പറഞ്ഞ ക്ലിയർ ആയില്ല. 60. എങ്ങനെയാണ് 60 പറഞ്ഞ? എ വരെയുള്ളത് 2+2+2 അങ്ങനെ. എ അല്ല പറഞ്ഞ, ഞാൻ പറഞ്ഞത് ബെൻഡിങ് മൊമെന്റ് ഇ ആണ്. സോറി, ഇ ആണ്. നമ്മള് ഈ ഒരു എൻഡ് നിന്നാണ് വരുന്നത്. ബി എടുത്തു, ഇ എടുക്കും, ഡി എടുക്കും, സി എടുക്കും, എ എടുക്കും. ആ ഒരു ഓർഡറിലാണ് വരാം. ഈ ഒരു സൈഡിൽ നമ്മൾ അറബി എഴുതുന്ന പോലെയാണ് അത് ചെയ്യുന്നത്. 20 ആണോ? നിങ്ങൾ പറ. നമ്മള് പിന്നെ ഞാനീ പറഞ്ഞു, നമുക്ക് തോന്നുന്ന നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന നിങ്ങൾ എന്ന് വെച്ചാൽ വെറുതെ ഒരു ആ സംഖ്യ പറയാതെ നമ്മളൊരു എന്തെങ്കിലും ഒരു ലോജിക്കലായിരിക്കുമല്ലോ നമ്മളൊരു ആൻസർ പറയാം. ആ ലോജിക്കിൽ നിങ്ങൾ പറഞ്ഞോ. തെറ്റി വരട്ടെ, നമുക്ക് ശരിയാക്കാം. പറഞ്ഞോ. ഒരു ആൻസർ 20 അല്ലേ? ഓക്കെ. 20 into 10⁻³ കിലോമീറ്റർ. 20 into 10. ഓക്കെ. അപ്പൊ പലർക്കും മനസ്സിൽ വരുന്ന ഒരു ആൻസർ 20 ആണ് അല്ലെ? ബെൻഡിങ് മൊമെന്റ് ഇ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആലോചിച്ചത് ഇങ്ങനെ ആയിരിക്കും. 10 കിലോമീറ്റർ ആണ് ഫോഴ്സ്, ഡിസ്റ്റൻസ് 2 മീറ്റർ ആണല്ലോ എന്നുള്ളത് അല്ലെ? അങ്ങനെയല്ലേ ചിന്തിച്ച പറഞ്ഞവര്? അത് തെറ്റാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറയാം. ബെൻഡിങ് മൊമെന്റ് ഇ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് സെക്ഷൻ. ഓക്കെ. ലോഡ് ആക്ട് ചെയ്യുന്നത് ഇയിൽ തന്നെയാണ്. മനസ്സിലാവുണ്ടോ? ഈ ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ സോറി, ബെൻഡിങ് മൊമെന്റിനെ അതിനൊക്കെ ഡെഫിനേഷൻ വളരെ സിമ്പിൾ ആണ്. ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലെ? ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇയിൽ തന്നെയാണ്, റൈറ്റ്? സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കാണേണ്ടത് ബെൻഡിങ് മൊമെന്റ് ഇ ആണ്. സോ ദ ആക്സിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ആക്സിസ് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഇയിൽ ആക്ട് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റ്. ഓക്കെ. പക്ഷെ ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതും ഇയിൽ തന്നെയാണ്. സോ ദാറ്റ് മീൻസ് ദർ ഇസ് എ ഫോഴ്സ് എത്ര? ആ ഒരു പോയിന്റിലെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇ എന്ന് പറയുമ്പോൾ ബെൻഡിങ് മൊമെന്റ് ഇ എന്ന് നമുക്ക് ഈ ഒരു പോയിന്റ് നോക്കാം. ഫോഴ്സ് എത്ര? 10 കിലോമീറ്റർ ആണ് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈ ഫോഴ്സും ഈ പോയിന്റ് ഇയും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. മനസ്സിലായില്ലേ? ഫോഴ്സും അല്ലാതെ ഒരു ജനറലൈസ്ഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതല്ല എടുക്കേണ്ടത്. എന്ത് വേണം? ഫോഴ്സും ആ പർട്ടിക്കുലർ പോയിന്റ്, നമ്മൾ ഏത് പോയിന്റ് ആണോ എടുക്കുന്നത് ആ പോയിന്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. ഓക്കെ. ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ശരിയാണ്, 10 കിലോമീറ്റർ ആക്ട് ചെയ്യുന്നുണ്ട്. ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ? ഈ ആക്സിസും ഈ ഫോഴ്സും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്. അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ടോ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ടോ? കൺഫ്യൂഷൻ ആയ? ക്ലിയർ ആയില്ല? ഇല്ല. ഓക്കെ, ഞാൻ പറയാം. നമുക്ക് അതിനൊന്ന് മാറ്റി വരക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ വരക്കാം. ഇങ്ങനെയാണ് കണ്ടീഷനുകൾ. നമുക്കൊരു പോയിന്റ് എ എന്ന് കൊടുക്കാം. ഓക്കെ. ഞാൻ നിങ്ങളോട് പറയാണ്, ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇതാണ്, 10 കിലോന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ ഒരു പോയിന്റ് എ. ഞാൻ നിങ്ങളോട് പറയാണ് ബെൻഡിങ് മൊമെന്റ് അറ്റ് എ കണ്ടുപിടിക്കാനാണ് ഞാൻ പറയുന്നതെങ്കിൽ, ഓക്കെ, ഈ എ എന്ന് പറയുന്ന സ്ഥലത്ത് ആക്ട് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റ് ആണ് എടുക്കേണ്ടത്. ഓക്കെ. ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു വീടിൽ ഒരു ഡോർ ഉണ്ടെന്ന് വിചാരിക്കാം, നമ്മളെ വീടിന്റെ വാതിൽ. ഓക്കെ. നമുക്ക് ഇതുപോലെയാണ് വാതിൽ ഉണ്ടാവുക അല്ലെ, ഏതാണ്ട്. ഓക്കെ. ഈ വാതില് നമ്മൾ തുറക്കുന്നുണ്ട് എങ്ങനെയാ? ഞാൻ രാവിലെ പിന്നെ വാതിൽ തുറക്കുമ്പോൾ എന്താ, ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. അപ്പൊ ഇതെന്താവും? ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തുറക്കും അല്ലെ? ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ്. എന്താണ് ഈ അപ്ലൈ ചെയ്താണ് ഫോഴ്സ്? ഇതാണ് അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. കാരണം വിത്ത് റെസ്പെക്ട് ഇതാണ് ഒരു ഹിഞ്ച് ചെയ്ത പോയിന്റ് അല്ലെ? അപ്പൊ ഇതാണ് അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതെനിക്കൊരു മൊമെന്റ് തരും, ഒരു റൊട്ടേറ്റിംഗ് മൊമെന്റ് അവിടെ തരും അല്ലെ? അതേപോലെ ഈ ഒരു കേസിൽ ഒരു മൊമെന്റ് കിട്ടണമെങ്കിൽ കാന്റിലിവർ ബീമിന്റെ കേസിൽ ഇപ്പോ ഇതാണ് എന്റെ പോയിന്റ് എ. ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇവിടെയാണെങ്കിൽ ഇപ്പൊ 10 കിലോ, നമുക്ക് ഫോർ എക്സാമ്പിൾ ഇങ്ങനെ എടുക്കാം. 10 കിലോമീറ്റർ ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബെൻഡിങ് മൊമെന്റ് അറ്റ് എ ആണ് കാണേണ്ടത്. ഓക്കെ. ബെൻഡിങ് മൊമെന്റ് അറ്റ് എ.
ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം, ഈ ഡിസ്റ്റൻസ് 2 മീറ്റർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ആക്ടിങ് ഈസ് 10 കിലോ ന്യൂട്ടൺ. നമുക്കറിയാം ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, റൈറ്റ്? സോ യുവർ ബെൻഡിങ് മൊമെന്റ് അറ്റ് എ എന്ന് പറയുന്നത്, ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ 10 കിലോ ന്യൂട്ടൺ ആണ്, ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അല്ലെ? ശരിയല്ലേ? ഇൻറ്റു 2. ഇത് മനസ്സിലായില്ലേ? ഇത് ക്ലിയർ ആണോ? 10 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതാണ്. ക്ലിയർ ആണോ? ഒരാൾക്ക് മാത്രമേ ആയിട്ടുള്ളൂ, അല്ല എല്ലാവർക്കും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയാം. ഇത് ക്ലിയർ ആവണം, ഇല്ലെങ്കിൽ ഇത്രയും ലോജിക്കേ നമുക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്യാനുള്ളൂ. അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രോബ്ലം ചെയ്യാം. എത്ര കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം വന്നാലും ഈ മൊമെന്റിന്റെ കൺസെപ്റ്റും അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ 3 റൂൾസും ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര ടഫ് ആയിട്ടുള്ള പ്രോബ്ലം ഏത് എക്സാമിനായിട്ട് വന്നാലും നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ക്ലിയർ ആയിരിക്കണം, ആ ലോജിക്ക് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, സി ഒന്നുകൂടെ കാണിക്കാം. സി നമുക്ക് ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇതാണ് എന്റെ പോയിന്റ് എ, ഇതാണ് എന്റെ ലോഡ് ആക്ടിങ് 10 കിലോ ന്യൂട്ടൺ. ഓക്കെ, ഞാൻ ഇത് പറയാം. ഓക്കെ, കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക, ഈ ഡിസ്റ്റൻസ് 2 മീറ്റർ ആണ്. ഓക്കെ, നോ ഇങ്ങനെയാണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് എ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, അല്ലെ? അല്ലെ? എയിൽ ആക്ട് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റ് ആണ് എനിക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പൊ എന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു ആക്സിസ് വരക്കാണ്. ഇങ്ങനെ എ എന്നുള്ള പോയിന്റിന് ഞാൻ കൺസിഡർ ചെയ്യാൻ വേണ്ടി ഒരു ആക്സിസ് വരക്കാണ്. അപ്പൊ ഈ ഫോഴ്സും ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും കാരണമാണ് അവിടെ ഒരു മൊമെന്റ് ഫീൽ ചെയ്യുന്നത്, അല്ലെ? ഒരു ബെൻഡിങ് അവിടെ ഫീൽ ചെയ്യുന്നത് ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ്. ശരിയല്ലേ? അല്ലെ? യെസ്. ഓക്കെ, സോ ഫോഴ്സ് ഇവിടെ is 10 കിലോ ന്യൂട്ടൺ, 10 കിലോ ന്യൂട്ടൺ ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് is 2 മീറ്റർ. എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 20 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടും. നോ ഇനി ഞാൻ പറയാണ്, ഞാൻ ഈ 10 കിലോ ന്യൂട്ടണിനെ കുറച്ചുകൂടെ അടുത്തേക്ക് കൊണ്ടുവരാണ്. എന്ന് വെച്ചാൽ ഞാൻ ഈ 10 കിലോ ന്യൂട്ടൺ എന്താ ചെയ്യുന്നത് വെച്ചാല് ഞാൻ ഇതിനെ കുറച്ചുകൂടെ അടുത്തേക്ക് കൊണ്ടുവരാണ്. If the load is acting at this point, ഓക്കെ, ഞാൻ കുറച്ചുകൂടെ അടുത്തേക്ക് കൊണ്ടുവന്നു. 1 മീറ്റർ ഡിസ്റ്റൻസിലേക്ക് ഞാൻ ഇവനെ കൊണ്ടുവന്നു വിചാരിക്കാം. ഓക്കെ, 10 കിലോ ന്യൂട്ടൺ. ഇനി ബെൻഡിങ് മൊമെന്റ് എന്തായിരിക്കും? ഈ ഒരു കേസിലെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ പറയാം? ബെൻഡിങ് മൊമെന്റ് ഇസ് ഈക്വൽ ടു അഗെയിൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് 10 കിലോ ന്യൂട്ടൺ ആണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയായി? കുറഞ്ഞു, 1 മീറ്റർ ആണ്. ശരിയല്ലേ? 10 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടും. ശരിയാണോ? ഇനി ശ്രദ്ധിക്കുക, ഇനി ഈ 10 കിലോ ന്യൂട്ടൺ ഞാൻ നേരെ എടുത്തിട്ട് ഈ ആക്സിസ് തന്നെ വെച്ചാലോ? ഇതേ കണ്ടീഷൻ 10 കിലോ ന്യൂട്ടൺ ഞാൻ നേരെ എടുത്തിട്ട് അതേ ആക്സിസിൽ വെച്ചാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ആ 10 കിലോ ന്യൂട്ടൺ ഞാൻ അവിടെ നിന്ന് വായിക്കാണ്, ഈ 10 കിലോ ന്യൂട്ടൺ ഞാൻ എടുത്ത് മാറ്റാണ്. പകരം 10 കിലോ ന്യൂട്ടൺ ഞാൻ എടുത്തിട്ട് കറക്റ്റ് സെൻട്രൽ ആക്സിസിലേക്ക് വെക്കുകയാണ്. ഓക്കെ, ഇതെന്തായി? 10 കിലോ ന്യൂട്ടൺ ഉണ്ട് ഫോഴ്സ്, അല്ലെ? ബെൻഡിങ് മൊമെന്റ് അറ്റ് എ എന്ന് പറയുമ്പോൾ 10 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്, ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 0 ആയിരിക്കും, അല്ലെ? 0. സോ ദാറ്റ് മീൻസ് യുവർ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദാറ്റ് പോയിന്റ് ഇസ് 0, റൈറ്റ്? അപ്പോ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളിപ്പോ പിന്നെ നോട്ടിൽ ചെയ്യുന്ന സമയത്ത് ബെൻഡിങ് മൊമെന്റ് ഒക്കെ നോക്കുമ്പോൾ എന്ത് ചെയ്താന്ന് വെച്ചാല് ഇത്രയും പോർഷൻ ഉണ്ടല്ലോ, ഇപ്പൊ ബെൻഡിങ് മൊമെന്റ് നമുക്ക് ഒരു എൻ ബൈ എൻഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഇതാണ്. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ബി കാണണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു പേപ്പറോ ഒരു ബുക്കോ എങ്ങനെ എടുത്തിട്ട് അതുവരെയുള്ള പോർഷൻസ് കംപ്ലീറ്റ് മറച്ചു പിടിക്കുക. ഓക്കെ, ഇത് കംപ്ലീറ്റ് ഒരു എന്തെങ്കിലും സാധനം വെച്ചിട്ട് അങ്ങ് മറക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ റൈറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മാത്രമേ കൺസിഡർ ചെയ്യണ്ടൂ, മറ്റേ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന ഫോഴ്സിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, ഇനി അതേപോലെ ബെൻഡിങ് മൊമെന്റ് ഇ എടുക്കുന്ന സമയത്ത് എന്തായി? ഈ ഇത്രയും പോർഷൻ അങ്ങ് മറച്ചു പിടിക്കുക. ഓക്കെ, കാരണം എനിക്ക് കാണേണ്ടത് ഇ ആണ്, അല്ലെ? ഇതിന്റെ റൈറ്റ് സൈഡിൽ വേറെ ഫോഴ്സസ് ഒന്നുമില്ല. 10 കിലോ ന്യൂട്ടൺ ആണ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അതിന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. സോ യുവർ ബെൻഡിങ് മൊമെന്റ് ഇ വിൽ ബി ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? നോ കുറച്ച് നോക്കണേ, പ്രോബ്ലം കുറച്ച് നോക്കണേ. അതാണ് ലോജിക് ക്ലിയർ ആയ വളരെ 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 സിമ്പിൾ ആണ്. ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് എല്ലാം ചെയ്യാം. ഓക്കെ, സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി, അഗൈൻ ബെൻഡിങ് മൊമെന്റ് ഡി എടുക്കുന്ന സമയത്ത് നോക്കാം. ബെൻഡിങ് മൊമെന്റ് ഡി, ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ഡി എടുക്കുന്ന സമയത്ത് എന്ത് വേണം? ഈ പറഞ്ഞ പോലെ തന്നെ ബാക്കി ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഇതാ ഇത്രയും പോർഷൻ ഡി, അല്ലെ?
ഇത്രയും പോർഷന് അങ്ങ് കവറപ്പ് ചെയ്യുക. നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പർ വെച്ചിട്ട് അത്രയും പോർഷൻ കവറപ്പ് ചെയ്ത് നോക്കുക. ഓക്കെ, അത്രയും പോർഷൻ കവറപ്പ് ചെയ്യുക. അപ്പോൾ റൈറ്റിലാകെ ഒറ്റ ഫോഴ്സ് വരുന്നുള്ളൂ, 10 കിലോ ന്യൂട്ടൺ ആണ് ഫോഴ്സ്. ആ 10 കിലോ ന്യൂട്ടനെ കൊണ്ടാണ് അവിടെ ബെൻഡിങ് മൊമെന്റ് വരുന്നത്. ശരിയല്ലേ? നമുക്ക് നോക്കാം. സോ ബെൻഡിങ് മൊമെന്റ് ഡി ഈസ് ഈക്വൽ ടു, എനിക്ക് ഇങ്ങനെ പറയാം, ഇത് ഞാൻ പറയാം. സോ ബെൻഡിങ് മൊമെന്റ് ഡി ഈസ് ഈക്വൽ ടു എന്താ, 10 കിലോ ന്യൂട്ടൺ ആണ് ഫോഴ്സ്. ഫോഴ്സ് ഇൻറ്റു, ഇതാണ് എന്റെ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ദിസ് ഈസ് യുവർ perpendicular distance, right? So 10 kilonewton into 10 into perpendicular distance is 2 meter into 2, right? So you'll get it as 20 kilonewton meter. Okay, ഇനി നോക്കണം ഇത് സൈൻ എങ്ങനെയാ നോക്കണം. നമുക്കറിയാം ഇത് സാഡ് മൊമെന്റ് ആണ്, താഴേക്കാണ്, ഹോഗിങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നെഗറ്റീവ് 20 kilonewton meter. ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ, എന്നാൽ ബെൻഡിങ് മൊമെന്റ് സി നിങ്ങൾ പറയാം. Yes, sir. നമുക്ക് നോക്കാം, ഇതും കൂടെ കൊണ്ട് ഏതാണ്ട് ക്ലിയർ ആവും. ബെൻഡിങ് മൊമെന്റ് സി എങ്ങനെ വരും നോക്കാം. ബെൻഡിങ് മൊമെന്റ് സി ഇതേ കാര്യം തന്നെ, ആ ബുക്കിനെ നമ്മൾ മറച്ചു വെച്ച ബുക്കിനെ നേരെ എടുത്തിട്ട് സി വരെ മറക്കുക. ഓക്കെ, അതിന്റെ റൈറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മാത്രമേ നോക്കണ്ടൂ. അപ്പൊ എന്ത് വരും, ബെൻഡിങ് മൊമെന്റ് സി ഇസ് ഈക്വൽ ടു എന്ത് വരും, രണ്ട് ഫോഴ്സസ് ആണ് അവിടെ ആക്ട് ചെയ്യുക അല്ലെ. ഒന്ന് 10 കിലോ ന്യൂട്ടന്റെ എഫക്ട് ഉണ്ടാവും, 5 കിലോ ന്യൂട്ടന്റെ എഫക്റ്റും ഉണ്ടാവും. എന്ത് വരും ഞാൻ പറയാം. 10 കിലോ ന്യൂട്ടൺ എടുക്കുകയാണെങ്കിൽ എത്രയായിരിക്കും ഡിസ്റ്റൻസ്, 10 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയായിരിക്കും, 4. 4 അല്ലെ, 10 ഇൻറ്റു 4, റൈറ്റ്. പ്ലസ് സെയിം ഡയറക്ഷനിൽ തന്നെയാണ് പെൻഡിങ് 5 കിലോമീറ്റർ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്ലസ് 5 ഇൻറ്റു എത്ര വരും, 2. എക്സാക്ട്ലി, റൈറ്റ്. 10 ഇൻറ്റു 4 പ്ലസ് 5 ഇൻറ്റു 2, അത്രേ ഉള്ളൂ. 3ന്റെ എഫക്ട് ഇല്ല, കാരണം 3 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 0, റൈറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 40 പ്ലസ് 10 50 കിലോ ന്യൂട്ടൺ മീറ്റർ. അഗെയിൻ ഹോഗിങ് ആയതുകൊണ്ട് ഇറ്റ് ഇസ് നെഗറ്റീവ് 50 കിലോ ന്യൂട്ടൺ മീറ്റർ. സിമിലർലി യുവർ ബെൻഡിങ് മൊമെന്റ് അറ്റ് എ, ബെൻഡിങ് മൊമെന്റ് അറ്റ് എ നോക്കാം എന്ത് വരും. അപ്പൊ ബെൻഡിങ് മൊമെന്റ് അറ്റ് എ എടുക്കുന്ന സമയത്ത് ഈ ബുക്ക് നമുക്ക് മാറ്റി എന്ത് വേണം, എ എന്നുള്ള പോർഷനിൽ വെക്കണം. അപ്പൊ ബാക്കി എല്ലാ ഫോഴ്സും നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും അല്ലെ. 10 കിലോ ന്യൂട്ടന്റെ എഫക്ട് ഉണ്ടാവും, 5ന്റെ എഫക്ട് ഉണ്ടാവും, 3യുടെ എഫക്റ്റും ഉണ്ടാവും അല്ലെ. അപ്പൊ എന്ത് വരും പറഞ്ഞു, 1 by 1 പറഞ്ഞു. 10 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 10 into 6, right, plus 5 into 5 into 4, yes, plus 3 into 2. exactly അല്ലെ. എത്ര വരും, 60 plus 20 86 അല്ലെ, 86 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇതാണ് വാല്യൂ. നമുക്ക് ഇനി ഇതിനെ പ്ലോട്ട് ചെയ്ത് നോക്കാം. ഇതിനെ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഓരോ വാല്യൂസ് അവിടെ മാർക്ക് ചെയ്യാം. ആദ്യമായിട്ട് ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി, എ ബി സി ഡി ഇ. ഓക്കെ, ബി വാല്യൂ ബെൻഡിങ് മൊമെന്റ് നമുക്കറിയാം 0 ആണ്, ഈ വാല്യൂയും 0 ആണ്. ഡിയില് യെസ് വാല്യൂ ഉണ്ട്, എത്ര, 20 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. ഓക്കെ, -20 ആണ്, പക്ഷെ ഞാൻ താഴേക്കാണ് അതിനെ പ്ലോട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് -20 എഴുതേണ്ട ആവശ്യമില്ല. 20 കിലോ ന്യൂട്ടൺ മീറ്റർ അല്ലെ, 20 കിലോ ന്യൂട്ടൺ മീറ്റർ, റൈറ്റ്. ഇത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഇതിന്റെ മുകളിൽ പ്ലോട്ട് ചെയ്യും, നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഇതിന്റെ ആക്സിസിന്റെ താഴേക്ക് പ്ലോട്ട് ചെയ്യണം. ഓക്കെ, നെഗറ്റീവ് y ആക്സിസ്, റൈറ്റ്. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എത്ര, 50 ആണ് അല്ലെ, 50 കിലോ ന്യൂട്ടൺ മീറ്റർ. ആൻഡ് ബെൻഡിങ് മൊമെന്റ് അറ്റ് എ is 86 കിലോ ന്യൂട്ടൺ മീറ്റർ, റൈറ്റ്. ഇതിനെ എങ്ങനെ ജോയിൻ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ സെക്കൻഡ് റൂളിൽ പറയുന്നുണ്ട്, യുവർ പോയിന്റ് ലോഡ് ഒരു കോൺസ്റ്റന്റ് ലോഡ് ആണെങ്കിൽ യുവർ ബെൻഡിങ് മൊമെന്റ് വിൽ ബി എൻ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നുണ്ട് അല്ലെ. സോ ഇതാ ഇതുപോലെ വരും, ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. ഇതെല്ലാം ഒരു സിംഗിൾ സ്ട്രെയിറ്റ് ലൈനിലായിട്ട് തന്നെ പ്ലോട്ട് ചെയ്യണേ. ഓക്കെ, ഇതാണ് നിങ്ങളെ ഫൈനൽ ആൻസർ. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇതാണ്, ലോഡിംഗ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സോ പ്ലോട്ട് ദ വാല്യൂ, റൈറ്റ് ദോസ് വാല്യൂസ്, ദാറ്റ്സ് ഇറ്റ്. ഇതുപോലെ കൃത്യമായിട്ട് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്കാണ്. ക്ലിയർ ആണോ? ഇതിന്റെ അഡീഷണൽ പ്രോബ്ലം ഞാൻ തരാം. അപ്പൊ അത് മോനിലോട് മാത്രം വരുന്ന ഒരു കേസ് ഞാൻ തരാം. അപ്പൊ അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അത് നാളെ എന്നിട്ട് നമുക്കത് ആൻസർ റിപ്ലൈ ഒന്ന് ചെക്ക് ചെയ്യും കൂടെ ചെയ്യാം. ഓക്കെ, ഏതാണ്ട് ടൈം ആയല്ലേ. അഡീഷണൽ പ്രോബ്ലം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം.